നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെന്ന് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യപ്പോഴേ അവിടെയുള്ള ഓണറാണ് നിങ്ങൾക്ക് ചെയ്യുന്നതെങ്കിൽ അവർ പക്കയായിട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ അവിടെ സ്റ്റാഫുകൾ ഒരുപാടുണ്ട്, അവർക്ക് ഫാമിലി ഉണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് നേരത്തെ വീട്ടിൽ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പം നമുക്ക് 6 മണിക്കാണ് അവർക്ക് ഇറങ്ങാനുള്ളതെങ്കിൽ നമുക്ക് 6 മണിയാകുമ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരത് വെപ്രാളപ്പെട്ടായിരിക്കും ചെയ്യുമ്പോൾ ആ ഹെയർ നമ്മൾ നേരെ ചൊവ്വേ നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ ഈ വീഡിയോ പറയാൻ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഡോക്ടർമാർ, ബ്യൂട്ടീഷ്യന്മാർ, വക്കീലുമാരുണ്ട്, ടീച്ചർമാരുണ്ട്, സാധാ ആൾക്കാരുണ്ട്, കൂലിപ്പണി ചെയ്യുന്ന സ്ത്രീകളുണ്ട്, അങ്ങനെ ഒരുപാട് സാധുക്കളും പാവങ്ങളും പണക്കാരും എല്ലാം ഉണ്ട്. എല്ലാ പേരെയും ഞാൻ ഒരേ രീതിയിൽ തന്നെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ചെയ്തേക്കുന്ന ഓരോ വർക്കുകളും എന്തുമാത്രം ഹെയർ ഇല്ലാത്ത ആൾക്കാർക്കാണ് അത്രയും റിസ്ക് എടുത്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കി, ഓരോ വർക്കുകളും എടുത്ത് എൻ്റെ വീഡിയോസും എടുത്ത് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ സാധാ ഒരു ഫോണിലാണ് ഇതെല്ലാം പിടിച്ചെടുക്കുന്നത്. ഞാൻ ഫിലിം സ്റ്റാറിനെ കൊണ്ടല്ല, അവരെ കൊണ്ട് ഞാൻ പ്രൊമോഷൻ വീഡിയോ ചെയ്യിപ്പിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അന്ന് ഇവിടെ ആ കൊച്ചു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ കാരണം അവൾ എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിയിട്ടല്ല ചെയ്തത്. അവൾക്ക് ഞാൻ ചെയ്തു കൊടുത്ത എൻ്റെ സത്യസന്ധത കണ്ടിട്ടാണ് പുള്ളിക്കാരത്തി എനിക്ക് പ്രൊമോഷൻ വീഡിയോ ചെയ്തു തന്നത്. ഓക്കെ, എല്ലായിടത്തും പുള്ളിക്കാരത്തി ചോദിച്ചപ്പോൾ 70,000, 50,000, 60,000 അത് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാ മാസവും ക്യാൻസർ പേഷ്യൻ്റായ ആൾക്കാർക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ മാസവും ഞാൻ ഓരോ ആൾക്കാർക്ക് ഓരോ മാസം ഹെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്ത് അവർക്ക് അത്രയ്ക്കും ഇല്ലാത്ത ആൾക്കാർക്കാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതും ഷോൾഡർ ലെന്ത്, ഒരുപാട് ലെന്ത് ആണെങ്കിൽ എൻ്റെ കയ്യിൽ എമൗണ്ട് ഇല്ല, ഞാൻ അതിനു വേണ്ടിയുള്ള ക്യാഷ് ടീം അല്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ ഷോൾഡർ ലെന്ത് വരെയുള്ള ഹെയർ ക്യാൻസർ പേഷ്യൻറ്റിന് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അത് അവർക്ക് വളരെ ആശ്വാസമാണ്. ഓക്കെ, അപ്പം ഇന്നലെ ഞാനിത് പറയാൻ കാരണം, ഇന്നലെ എൻ്റെ ഒരു കസ്റ്റമർ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് പോയതാണ്. പുള്ളിക്കാരത്തി ഒരു ബ്യൂട്ടീഷ്യനാണ്. പുള്ളിക്കാരത്തി അത് തനിയെ ഇളക്കി. അങ്ങനെ തനിയെ ഇളക്കിയാണെങ്കിൽ എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല, അവർക്ക് തനിയെ ചെയ്യാം. പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ബ്യൂട്ടീഷ്യനാണ്, ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ബ്യൂട്ടീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുള്ള ഒരുപാട് മാഡംമാർ, എന്നെക്കാളും നല്ല ഏജുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. നമ്മൾ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിറങ്ങണമെങ്കിൽ തന്നെ 2-3 വർഷം ഹാൻഡ് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ നമുക്ക് ഹാൻഡ് പ്രാക്ടീസ് വേണം ഈ ഹെയർ എക്സ്റ്റൻഷനും. പെട്ടെന്ന് പഠിച്ച് നമുക്ക് പെട്ടെന്ന് കാശുകാരനാവാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പാവങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് വെച്ചുകൊടുക്കുന്നത് ശരിയാകത്തില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് പോലും എനിക്ക് പോലും ആൾക്കാർ ഓരോന്ന് പറഞ്ഞത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലപ്പോഴും ഇപ്പം ഞാൻ വെച്ച വർക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ട് ചെല്ലുമ്പോൾ അയ്യോ ഇത് ശരിയായിട്ടില്ല, ഇത് വെച്ചത് ആരാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ ഞാൻ ഒരിക്കലും വേറൊരു സ്ഥാപനത്തിന് ആക്ഷേപിക്കത്തില്ല. നിങ്ങൾ കെയർ ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങൾ അവർ പറഞ്ഞ കണക്ക് ആഫ്റ്റർ കെയർ എടുക്കുക. അപ്പം ചില ആൾക്കാർ പറയും മേഡം പറഞ്ഞ കണക്ക് ആഫ്റ്റർ കെയർ അവർ പറഞ്ഞു തന്നിട്ടില്ല എന്നേ പറയത്തുള്ളൂ. അല്ലാതെ ഞാൻ ഒരു സ്ഥാപനത്തിനെയും കുറ്റപ്പെടുത്തത്തില്ല. ഇപ്പം എൻ്റെ വർക്ക് കണ്ട് ഒരുപാട് പേര് പറയും അയ്യോ ഇത് ഇങ്ങനെയല്ല, ഇത് ഈ രീതിയല്ല. ഈ രീതി അല്ലെങ്കിൽ കാസർഗോഡ് തൊട്ട് എല്ലാ ജില്ലയിൽ നിന്നും ഡാമേജ് ആയി എൻ്റെ അടുത്ത് ആൾക്കാർ വരേണ്ട ആവശ്യം എന്തോ? ഇത്രയും ദൂരം ലോങ് സ്ഥലത്ത് നിന്നാണ് പറഞ്ഞത്. 4 മണിക്ക് വരെയാണ്, വെളുപ്പംകാലം 4 മണിക്കൊക്കെയാണ് ഞാൻ വന്ന് അവർക്ക് സർവീസും അവരെ ഡാമേജ് ഹെയർ മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ എന്തുകൊണ്ടാണ് എന്നെ തേടി വരുന്നത്? എൻ്റെ സത്യസന്ധത. പിന്നെ ഞാൻ വലിയ ക്യാമറ കൊണ്ടൊന്നും അല്ല എൻ്റെ ഈ വീഡിയോസ് എടുക്കുന്നത്. ഞാൻ സാധാ ഫോൺ കൊണ്ട് ഒരു എഡിറ്റും ചെയ്യാതെ എടുക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഓണർമാരോ ഈ ഹെയർ ഞാൻ ഒരു ദിവസം 2 വർക്ക് 3 വർക്കൊക്കെ എടുക്കുന്ന കാര്യം അവർക്ക് അത് നല്ല പക്കയായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പം അത് മതി എനിക്ക് ജീവിതത്തിൽ. ഞാൻ നമുക്ക് പെട്ടെന്ന് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് ക്യാഷുകാരനാവാനോ ക്യാഷുകാരി ആവാനോ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന വർക്ക് ഹാൻഡ് വർക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് എന്താണ് ഇതെന്ന് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇളക്കി പിറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സർവീസ് ചെയ്ത് തരത്തില്ല. കാര്യം ഞാൻ പറയുന്ന പോലെ ആഫ്റ്റർ കെയർ ചെയ്യാതെ എന്തിനു വന്നാലും എനിക്ക് നിങ്ങൾ എന്തെന്ന് പറഞ്ഞാലും ഞാൻ എല്ലാ കാര്യങ്ങളും ആഫ്റ്ററും ബിഫോറും ആഫ്റ്ററും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പറയുന്ന പോലെ കറക്റ്റ് ചെയ്ത് വന്നാലേ മുന്നോട്ട് ഹെയർ എന്ന് പറഞ്ഞ സംഭവം ഫേസും നമ്മൾ പറയുന്ന പോലെ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് ഹെയറും ഫേസും ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പം അത് കെയർ ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യുക. ദൈവത്തെ ഓർത്ത് തനിയെ അത് അയൺ ചെയ്താൽ ഒരു വാക്സ് ആണ് ഹെയർ, നിങ്ങളെ ഹെയറും കൂടി ഒട്ടിപ്പിടിച്ച് അത് മൊത്തം ഡാമേജ് ആകും. ഞാൻ വെച്ച് തന്ന ഹെയർ നിങ്ങൾ എൻ്റെ സ്ഥാപനത്തിൽ വന്ന് സർവീസ് ചെയ്യുക, അത് ഞാൻ പക്കയായിട്ട് ചെയ്തു തരും. അല്ലാതെ നിങ്ങൾ ബ്യൂട്ടീഷ്യനാണ് എനിക്ക് ഇളക്കാൻ പറ്റും എന്നുള്ള കാരണത്താൽ ഇളക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ഉത്തരവാദിയല്ല, എനിക്ക് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ,
ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റൂ. വെറുതെ ആവശ്യമില്ലാതെ നമുക്ക് എല്ലാം പറ്റണമെങ്കിൽ ഹാൻഡ് പ്രാക്ടീസ് വേണം. എന്തിനും ഒരു ഹാൻഡ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആവൂ. കള്ളത്തരം കൊണ്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. നമ്മൾ പോകണമെങ്കിൽ അതിലൊരു സത്യസന്ധത ഉണ്ടാവണം. അത് എന്നായിരുന്നാലും എപ്പോഴാണെങ്കിലും അതിന് വിലയുണ്ട്.